ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ വെള്ളരിക്ക കിച്ചടിയാണ്. ഇത് നമുക്ക് വേവിച്ചും വേവിക്കാതെയും തയ്യാറാക്കാവുന്നതാണ്. നമ്മളിവിടെ വേവിച്ചാണ് തയ്യാറാക്കുന്നത്. ഈ കിച്ചടി തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വെള്ളരിക്കയും ഒരല്പം തൈരുമാണ് വേണ്ടത്. തൊലിയും കുരുവും കളഞ്ഞതിന് ശേഷം 200 ഗ്രാം വെള്ളരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. 1/4 കപ്പിലും താഴെയായിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഒരു 5 മിനിറ്റ് വെള്ളരി വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കാനായിട്ട് 2 പിടി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം പുളിയുള്ള തൈരാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി കൂടിയ തൈര് ഇതിന് ഉപയോഗിക്കാറില്ല. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അധികം വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളരി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളക്കാനായിട്ട് അനുവദിക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ ടൈമിൽ നമുക്ക് പുളിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ആകെ എടുത്തത്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരാം. നല്ല പോലെ ആവി വരുന്നത് വരെ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് പച്ചടിയും കിച്ചടിയും ആയിട്ടുള്ള വ്യത്യാസം. കിച്ചടിയിൽ കടുക് ചേർത്ത് കൊടുക്കും, പച്ചടിയിൽ കടുക് ഇതുപോലെ ചേർത്ത് കൊടുക്കില്ല. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ടൈമും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് താളിക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഒന്നത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഉടൻ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സ്മെല്ലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച ശേഷം നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.